എല്ലാവർക്കും നമസ്കാരം. പഴക്കം കൂടിയാൽ മദ്യത്തിന് വീര്യം കൂടും എന്ന് മദ്യപാനികൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ പഴക്കം കൂട്ടിയാൽ പൈതൃകത്തിന് അന്തസ്സ് കൂടുമെന്ന് മതവിശ്വാസികളും വിശ്വസിക്കുന്നുണ്ട്. പൊതുവെ പണ്ഡിതർ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ കടുത്ത വിശ്വാസികളെ പിണക്കണ്ടല്ലോ എന്ന് കരുതി മതങ്ങളുമായി ബന്ധപ്പെട്ട് വല്ലതും പറയുമ്പോൾ പഴക്കം നന്നായി കൂട്ടിക്കൊടുക്കും. അതുകൊണ്ട് ഇപ്പോൾ രാമായണത്തിന് 2500 വർഷത്തെ പഴക്കമുണ്ട്. എന്നാൽ ഹിന്ദുത്വ ചരിത്രകാരന്മാർ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളത് 9000 വർഷമാണ്. രാമായണത്തിൽ തന്നെ വാൽമീകി രാമൻ ജനിച്ച സമയം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് രാമൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് വാൽമീകി അടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഏതാണ് വാൽമീകി പറഞ്ഞ ആ ദിവസം? ചൈത്ര ശുദ്ധ നവമി പുനർവസു നക്ഷത്രം. 5 ഗ്രഹങ്ങൾ ഒരുമിച്ച് ആകാശത്തിൽ കണ്ട ദിവസം. ഏതൊക്കെയാണ് 5 ഗ്രഹങ്ങൾ? സൂര്യൻ മേടരാശിയിൽ 10 ഡിഗ്രിയിൽ, അതായത് സൂര്യൻ ഗ്രഹമാണ് എന്ന് നമ്മളത് വിട്ടുകളയാം. ചൊവ്വ 28 ഡിഗ്രിയിൽ മകരരാശിയിൽ, വ്യാഴം 5 ഡിഗ്രിയിൽ കർക്കടക രാശിയിൽ, ശുക്രൻ 27 ഡിഗ്രിയിൽ മീനരാശിയിൽ, ശനി 20 ഡിഗ്രിയിൽ തുലാം രാശിയിൽ. അങ്ങനെ വന്ന ദിവസം എന്നാണ് 4/12/723 BC. ക്രിസ്തുവിന് മുമ്പ് 723 ഡിസംബർ 4, അതായത് ഇന്നേക്ക് 9000 വർഷം മുമ്പ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഭാഷാ പണ്ഡിതർ ഇത്രയ്ക്ക് പഴക്കം കൂട്ടിക്കൊടുക്കാത്തത്? തള്ളിമറിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നതുകൊണ്ടായിരിക്കാം. സത്യത്തിൽ 2500 വർഷം പഴക്കം കൊടുക്കാനുള്ള തെളിവ് പോലുമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ 2500 വർഷം എന്ന് പറയുമ്പോൾ എടാകൂടങ്ങളായി വഴിയിൽ കിടപ്പുണ്ട്. പ്രധാന പ്രശ്നം അയോധ്യ എന്ന പേര് തന്നെയാണ്. അയോധ്യ രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ചെറിയ രാജ്യവും അതിന് അയോധ്യ എന്ന പേരും. പക്ഷേ ഈ പേര് ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അധികകാലമായിട്ടില്ല എന്നതാണ് പ്രശ്നം. ഇന്ത്യയുടെ 2500 വർഷം മുമ്പുള്ള ചരിത്രത്തിലേക്ക് ചെന്നാൽ പോലും അയോധ്യ എന്ന പേരില്ല. അയോധ്യ മാത്രമല്ല, രാജ്യങ്ങളോ സാമ്രാജ്യങ്ങളോ ഇല്ല. പിന്നെന്താ ഉള്ളത്? ഇവിടെ നമുക്ക് ആശ്രയിക്കാവുന്നത് സവർക്കറെയാണ്. ഹിന്ദുത്വയുടെ സൈദ്ധാന്തിക നീരാളിയായ വീർ സവർക്കർ. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, പേര് 6 എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. പുള്ളി അതിൽ പറയുന്നത് ഇന്ത്യയിൽ അക്കാലത്ത് രാജ്യങ്ങളല്ല മഹാജനപദങ്ങളായിരുന്നു എന്നാണ്. അതായത് ഗണരാജ്യാസ്. ഏറ്റവും ചുരുങ്ങിയത് 16 ജനപദങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. ഗ്രീസിലെ റിപ്പബ്ലിക്കുകൾ പോലുള്ള ഒരു സെറ്റപ്പായിരുന്നു 2500 വർഷം മുമ്പ് ഭാരതദേശത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് സവർക്കർ പറയുന്നത്. അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ മഹാരാജാക്കന്മാരോ സാമ്രാജ്യ അധിപതികളോ ഒന്നുമില്ല. ഒരു കുതിരയെ അഴിച്ചുവിട്ട് ആ കുതിര പോകുന്ന ഇടം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒരു രാജാവും അക്കാലത്ത് ഇന്ത്യയിലില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ അയോധ്യയുമില്ല. ഇന്ന് അയോധ്യ നിൽക്കുന്ന പ്രദേശമുണ്ടോ? ഉണ്ട്. പക്ഷേ പേര് അയോധ്യ എന്നല്ല. അയോധ്യ എന്ന പേര് ചരിത്രത്തിൽ വരുന്നത് ഗുപ്ത രാജാക്കന്മാരുടെ കാലത്താണ്. അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ മന്ത്രിമാരും MLA-മാരും സ്വന്തം പേര് ഉദ്ഘാടന ഫലകങ്ങളിൽ അടിച്ചു വയ്ക്കുന്ന ഒരു പണിയുണ്ടല്ലോ. ആ പണി പണ്ടത്തെ പല രാജാക്കന്മാരും ചെയ്തിരുന്നു. അതിനെ ഇൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുക. അപ്രകാരം AD 436 കരംദണ്ഡ ഇൻസ്ക്രിപ്ഷനിലാണ് ആദ്യമായി അയോധ്യ എന്ന പേര് കേൾക്കുന്നത്. കുമരഗുപ്ത എന്ന ഒരു ഗുപ്ത രാജാവ് ആ ഫലകത്തിൽ ഇങ്ങനെ ഒരു വാചകം എഴുതി വെപ്പിച്ചു: കോസലം എന്ന പ്രവിശ്യയുടെ തലസ്ഥാനം ഇനി മുതൽ അയോധ്യ എന്നറിയപ്പെടും. അങ്ങനെയാണ് ഈ അയോധ്യ എന്ന പേര് വരുന്നത്. അയോധ്യ എന്നാൽ ശ്രീരാമൻ ജനിച്ച സ്ഥലം എന്നൊന്നല്ല അർത്ഥം. ശത്രുക്കൾക്ക് കീഴടക്കാൻ പറ്റാത്ത ദേശം എന്നാണ്. സ്വന്തം രാജ്യത്തെ പൊക്കിയടിക്കുന്ന ഏത് രാജാവിനും ഈ പേരിടാം. എന്നിട്ടും ആ പേര് നമ്മൾ കാണുന്നത് AD 436 മാത്രമാണ്, വെറും 1588 വർഷം മുമ്പ്. അപ്പോൾ രാമായണത്തിന് എത്ര പഴക്കം വരും? 1588 കുറവല്ലേ വരേണ്ടത്? അയോധ്യ എന്ന പേരുള്ള രാജ്യവും രാജാവും ഉണ്ടായതിന് ശേഷമല്ലേ വാൽമീകിക്ക് രാമായണം എഴുതാൻ പറ്റൂ? പക്ഷേ രാമായണത്തിൻ്റെ പ്രായം ഇത്രയ്ക്ക് കുറച്ചാലും പ്രശ്നമുണ്ട്. കാരണം പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ളത് രാമായണത്തിന് 2500 വർഷത്തിന് മേൽ പഴക്കമുണ്ട് എന്നാണ്. കാരണം രാമായണത്തിന് ശേഷം വന്ന മഹാഭാരതത്തിൽ രാമായണം പരാമർശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവിടെയുണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ പണ്ഡിതർ പഴക്കം കൂട്ടി വീര്യം കൂട്ടി വെച്ചിരിക്കുന്നത് 2500 വർഷമാണ്. അവരെ തള്ളാനുള്ള പാണ്ഡിത്യം എനിക്കില്ല. മാത്രമല്ല, വാൽമീകി എന്ന ഒരു കവിക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഒരു രാജ്യം ഉണ്ടാക്കി അതിന് അയോധ്യ എന്ന് പേരിട്ടുകൂടാ? അതുകൊണ്ട് രാമായണത്തിൻ്റെ പ്രായം
നമ്മളായിട്ട് കുറയ്ക്കേണ്ടതില്ല. അപ്പോൾ വേറൊരു ചോദ്യം വരും. 2500 വർഷം മുമ്പ് ഇന്ത്യയിൽ വലിയ രാജാക്കന്മാരില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് വാൽമീകി എന്ന കവി അയോധ്യയിലെ രാജകുമാരൻ്റെ കഥ എഴുതിയത്? അതൊരു പ്രശ്നം തന്നെയാണ്. ഒരു സാധ്യത പറയാം. അക്കാലത്ത് ഇന്ത്യയിൽ മഹാരാജാക്കന്മാരില്ല എന്നത് ശരി തന്നെയാണെങ്കിൽ ലോകത്ത് വേറെ പലയിടത്തും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പേർഷ്യയിലെ സൈറസ് ചക്രവർത്തി, അല്ലെങ്കിൽ ബാബിലോണിയയിലെ, അതുമല്ലെങ്കിൽ ഈജിപ്തിലെ അത്തരം രാജാക്കന്മാരെക്കുറിച്ചുള്ള കഥകൾ ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരിക്കണം. ആ കഥകൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നത്? എല്ലാം കൊണ്ടുവരുന്നത് കച്ചവട സമൂഹമാണ്. അവരായിരിക്കണം പുറത്തു നിന്നുള്ള കഥകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അവർ ഈജിപ്തിലെ രാജാക്കന്മാരെ പറ്റിയും പേർഷ്യയിലെ രാജാക്കന്മാരെ കുറിച്ചുമുള്ള കഥകൾ നാട്ടിൽ വാരി വിതറിയിരിക്കണം. ആ കഥകളിൽ ഏറ്റവും ജനശ്രദ്ധയാർജിച്ച ഒരു കഥ അതായിരിക്കണം ഈ രാമൻ്റെ കഥ. അപ്പോൾ ഇവിടെ വാൽമീകിയുടെ റോൾ എന്താണ്? ആ കഥകളിലേക്ക് തൻ്റെ ഭാവന കൂടി ചെലുത്തി ഒരു കാവ്യം ചമച്ചയാൾ. അതായത് ആ കഥയെ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് യോജിക്കും വിധം ഒരു കാവ്യമായി അവതരിപ്പിച്ച ആൾ അദ്ദേഹമാകുന്നു വാൽമീകി. അദ്ദേഹം അവതരിപ്പിച്ച ശ്രീരാമൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ വെർഷൻ ആണ്. ആ കഥയിലൂടെ ചരിത്രത്തിലില്ലാത്ത രാമൻ രാജാവായി, ചരിത്രത്തിലില്ലാത്ത അയോധ്യ രാജധാനിയുമായി. ഭാവനയുടെ ലീലാവിലാസങ്ങൾ അങ്ങനെയാണ്. കഴിഞ്ഞ 70,000 വർഷങ്ങൾക്ക് ശേഷമുള്ള മനുഷ്യ മസ്തിഷ്കങ്ങൾ അങ്ങനെയായിരുന്നു. കഥ ചമയ്ക്കാനും പറയാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മസ്തിഷ്കങ്ങൾ, അപാര സുന്ദര മസ്തിഷ്കങ്ങൾ എന്നല്ലാതെ നമ്മളെന്താണ് ഇവിടെ വേറൊരു വാക്ക് ഉപയോഗിക്കുക? അങ്ങനെ രാമായണം രചിച്ചത് വാൽമീകിയാണ് എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. അപ്പോഴും വരും വേറൊരു ചോദ്യം: വാൽമീകി കാവ്യം എഴുതിയോ അതോ പുള്ളി മനസ്സിൽ സ്റ്റോർ ചെയ്തോ? ഉത്തരം സിമ്പിൾ: അദ്ദേഹം എഴുതിയില്ല, മനസ്സിൽ സ്റ്റോർ ചെയ്തു. എന്താ കാരണം? 2500 വർഷം മുമ്പ് സംസ്കൃതത്തിന് എഴുത്ത് ലിപിയില്ല. പണ്ടത്തെ ഒരു രീതി വെച്ച് ഗുരു ശിഷ്യരെ ഓതി പഠിപ്പിക്കുകയാണ് ചെയ്യുക. അവർ അവരുടെ ശിഷ്യർ അവരുടെ ശിഷ്യരെ അങ്ങനെ അങ്ങ് തുടർന്നു പോകും. അതുകൊണ്ട് വാൽമീകി കാവ്യം എഴുതി എന്ന് പറയരുത്, മറിച്ച് ചമച്ചു എന്നാണ് പറയേണ്ടത്. എന്നിട്ട് അടുത്ത തലമുറയ്ക്ക് ഓതിക്കൊടുത്തു. എഴുത്തില്ലാത്തത് കൊണ്ട് ഓതൽ മാത്രം. അക്കാലത്ത് എഴുത്തുവിദ്യ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. വാൽമീകിയുടെ ജീവിതകാലത്ത് വലിയ രാജ്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും. കാരണം എഴുത്ത് ഒരു വിദ്യയായി രാജാവിൻ്റെ കണക്കപ്പിള്ളമാർ കണ്ടുപിടിച്ചതാണ്. അവരുടെ പണി എളുപ്പമാക്കുന്ന ഒരു സൂത്രം എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് അതിനെ വിദ്യ എന്ന് പറയുന്നത്. വലിയ രാജാക്കന്മാർ ഉണ്ടായപ്പോൾ അവരുടെ അധീനതയിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളും വർദ്ധിച്ചു. അതിൻ്റെ കണക്കുകൾ ഉദ്യോഗസ്ഥർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റാതായി. അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു സൂത്രമാണ് ചിഹ്നങ്ങൾ, ചിത്രങ്ങൾ, അക്ഷരങ്ങൾ. അതിലൂടെ അത്തരം കാര്യങ്ങളെ പ്രതിനിധീകരിക്കുക. വാൽമീകി ജീവിച്ചിരുന്ന കാലത്ത് വലിയ മഹാരാജാക്കന്മാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവിടെ എഴുത്തും ഉണ്ടാകുമായിരുന്നു. തീർച്ചയായും പുള്ളി അന്ന് രാമായണം എഴുതി വയ്ക്കുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോൾ നമുക്കത് കാണാനും സാധിക്കുമായിരുന്നു, ഏതെങ്കിലും കല്ലിൽ കൊത്തിവെച്ച ഒരു രീതിയിൽ. അത് നമ്മൾ കാണാത്ത നിലയ്ക്ക് സംസ്കൃതത്തെ എന്നാണ് ലിപി ഉണ്ടായത് എന്നുകൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടി വരും. നമുക്കറിയാം, സംസ്കൃതം ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് ദേവ്നഗരി ലിപിയിലാണ്. ആ ലിപി ഈ ഫോമിലെത്തിയത് വെറും 800 കൊല്ലം മുമ്പാണ്. പണ്ട് സംസ്കൃതം എഴുതിയിരുന്നത് ബ്രഹ്മി എന്ന ലിപിയിലാണ്, അല്ലെങ്കിൽ ഗ്രന്ഥ, അല്ലെങ്കിൽ മറ്റൊരു ലിപിയും ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇന്ത്യയിൽ ആദ്യമായി സംസ്കൃതത്തിൽ എഴുതിയ ഒരു സാധനം കണ്ടത് അത് പുരാവസ്തു ശാസ്ത്രജ്ഞർ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും പഴക്കമുള്ള സംസ്കൃത ലിഖിതം ഹാദിപാദ ഹോസുൻഡി ഇൻസ്ക്രിപ്ഷൻസ് ആണ്. അതിന് 2100 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അതിലെ സംസ്കൃതം എഴുതാൻ ഉപയോഗിച്ചിട്ടുള്ളത് ബ്രഹ്മി ലിപിയിലാണ്. ഇതേ കാലഘട്ടത്തിൽ സംസ്കൃതത്തിലുള്ള 2 ഇൻസ്ക്രിപ്ഷൻസ് കൂടിയുണ്ട്: അയോധ്യ ഇൻസ്ക്രിപ്ഷൻസ്, നന്ദാക്കേവ് ഇൻസ്ക്രിപ്ഷൻസ്. ചുരുക്കി പറഞ്ഞാൽ സംസ്കൃതം എന്ന് പറയുന്ന ഈ പുരാതന ഭാഷയ്ക്ക് അക്ഷരങ്ങളിലൂടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു അച്ചടി ഭാഷ ഉണ്ടായിട്ട് 2100 അല്ലെങ്കിൽ 2200 വർഷമേ ആയിട്ടുള്ളൂ. അതാണ് പരമാർത്ഥം. അപ്പോൾ രാമായണത്തിന് 2500 വർഷം പഴക്കമുണ്ടെങ്കിൽ വാൽമീകി കാവ്യം എഴുതുകയല്ല ചെയ്തത്, ഓതുകയാണ്. വാൽമീകിയാൽ വിരചിതമായ രാമായണം എന്നാണ് പണ്ഡിതർ പറയാറ്, എഴുതിയ രാമായണം എന്ന് പറയാറില്ല. സംസ്കൃത ഭാഷയിലുണ്ടായ ഈ കാവ്യം കവി ശിഷ്യരെ കേൾപ്പിച്ചു, ശിഷ്യരത് മനഃപ്പാടമാക്കി. അനന്തരം വാൽമീകി മരിച്ചു. പക്ഷേ ആ കാവ്യം അടുത്ത തലമുറയിലേക്ക് സഞ്ചരിച്ചു. അതങ്ങനെ തലമുറകൾ കൈമാറി. പക്ഷെ ഒരു കുഴപ്പമുണ്ടായി. എഴുതി വെച്ച ഒരു ടെസ്റ്റ് അല്ലല്ലോ കൈമാറുന്നത്, ഓർമ്മയിൽ നിന്നുള്ള സംഭവമല്ലേ. ചൊല്ലുന്നവൻ്റെ ഭാവന
ഒറിജിനലിൽ ചേർന്നുകൊണ്ടിരുന്നു. അതായത് കാവ്യം ഓതുന്നവർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് കയ്യിൽ നിന്നിട്ടു. അങ്ങനെ ഭാവനകൾ ചിറക് വിരിക്കാൻ തുടങ്ങിയതോടെ കഥയിൽ പലയിടത്തും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് രാമായണം പല ദേശത്തും പലതായി. ഉദാഹരണത്തിന് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന രാമായണവും സീത രാവണൻ്റെ മോളാണ് എന്ന് പറയുന്ന രാമായണവും ഉണ്ട്. അപ്പോൾ പിന്നെ രാമായണം എന്താണ്? ചരിത്രമാണോ കെട്ടുകഥയാണോ? ചരിത്രമല്ല എന്ന് ഉറപ്പിച്ച് പറയാം. ചരിത്രം ഒരിക്കലും പലയിടത്തും പലതാകില്ല. കേരളത്തിൽ സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് 15-നും തമിഴ്നാട്ടിൽ ആഗസ്റ്റ് 16-നും എന്ന രീതിയിൽ വരികയില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ ഒന്നു തന്നെയായിരിക്കും. അതാണ് ചരിത്രം. പല ദേശങ്ങളിൽ പലതായി കാണപ്പെടുന്ന കാര്യം ചരിത്രമല്ല, അതിനെയാണ് മിത്ത് എന്ന് വിളിക്കുക. അതുകൊണ്ട് രാമായണം മിത്താണ്, ചരിത്രമല്ല. ചരിത്രമല്ല എന്നുള്ളത് കൊണ്ട് അതൊരു അയോഗ്യത ഒന്നുമല്ല. മിത്തിനാണ് ശക്തി, വസ്തുക്കൾക്കല്ല. ഉദാഹരണത്തിന് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അയാളുടെ മുത്തച്ഛൻ്റെ പേര് അറിയാൻ പറ്റില്ല, അറിയുകയുമില്ല. എന്നാൽ ശ്രീരാമൻ എന്ന പേർ തീർച്ചയായും അറിയും. ഒരാളുടെ മുത്തച്ഛൻ എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. എന്നിട്ടും ആ പേരറിയില്ല. ശ്രീരാമൻ ഒരു മിത്തായിരുന്നിട്ടും ആ പേരറിയും. അപ്പോൾ വ്യക്തികളിൽ എന്താണ് ശക്തി ചെലുത്തുന്നത്? ചരിത്രമാണോ മിത്താണോ? ഇനി പരിശോധിക്കാനുള്ളത് രാമായണം ചമച്ചത് വാൽമീകി തന്നെയാണോ എന്നാണ്. ഒരാൾ വാക്കൊണ്ടോതിയ ഒരു കഥ തലമുറകൾ കഴിയുമ്പോൾ പല കഥകളായി മാറുന്ന സ്ഥിതിക്ക് ആ കഥ രചിച്ച ആളുടെ പേര് മാത്രം എങ്ങനെയാണ് അവിടെ സ്റ്റിക്കാവുന്നത്? കവിയുടെ പേര് കൂടി അങ്ങോട്ട് മാറ്റിക്കൂടെ എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. കവിയുടെ പേര് മാറാത്തത് പണ്ടത്തെ ഒരു രീതി കൊണ്ടാണ്. അക്കാലത്ത് കഥ പറയുന്നവർ പോലും ഒരു ജാതിയുണ്ട്. സൂതൻ എന്ന ഒരു പേര്, ഒരു ജാതി. സൂതൻ ഒരു സത്യസന്ധനായ ആളായതിനാൽ കഥ പറയാൻ തുടങ്ങുമ്പോൾ കഥാകൃത്തിനെ സ്മരിച്ചാണ് ആ കഥ തുടങ്ങുക. അതാണ് അവൻ്റെ ഒരു രീതി. ഉദാഹരണത്തിന് മഹാഭാരതം തുടങ്ങുന്നത് നോക്കുക. ശൗനകൻ ഒരു മഹർഷിയാണ്. അദ്ദേഹം 12 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തുന്നു. നൈമിശാരണ്യത്തിൽ വെച്ചാണ് ആ യാഗം. അവിടേക്ക് വരുന്ന സൂതൻ്റെ പേര് ഉഗ്രസ്രവസ് എന്നാണ്. ആ സൂതനെ കണ്ടപ്പോൾ ശൗനകൻ പറയാണ്, ഉഗ്രസ്രവസേ, ഞങ്ങൾ യാഗം ചെയ്ത് ബോറടിച്ചിരിക്കുകയാണ്, ഒരു കഥ പറയൂ. അപ്പോൾ ആ സൂതൻ കഥ പറയാൻ തുടങ്ങി. ആ കഥയാണ് മഹാഭാരതം. പക്ഷേ പുള്ളി ആദ്യമേ ആ കഥ പറയുകയല്ല ചെയ്തത്. പറയാൻ പോകുന്ന മഹാഭാരത കഥ ആരാണ് പുള്ളിയെ പഠിപ്പിച്ചത് എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. ഈ യാഗസദസ്സിൽ വരുന്നതിന് മുമ്പ് പുള്ളി മറ്റൊരു യാഗസദസ്സിൽ പോയിരുന്നത്രേ. അവിടെ വെച്ച് കേട്ട കഥ ഈ യാഗത്തിൽ പറയാമെന്നാണ് പുള്ളി പറഞ്ഞത്. ഏതായിരുന്നു ആ യാഗം? ആ യാഗം ജനമേജയൻ എന്ന രാജാവ് നടത്തിയതാണ്. അവിടെ വൈശമ്പായനൻ എന്നൊരാൾ പറഞ്ഞ കഥയാണ് ഉഗ്രസ്രവസ് എന്ന നമ്മുടെ ഈ സൂതൻ കേട്ടത്. അതായത് വൈശമ്പായനൻ പറഞ്ഞതാണ് മഹാഭാരത കഥ. പക്ഷേ വൈശമ്പായനാണോ ഈ മഹാഭാരത കഥ ഉണ്ടാക്കിയത്? വ്യാസൻ എന്ന മഹർഷി രചിച്ച് വൈശമ്പായനെ പഠിപ്പിച്ചതാണ് മഹാഭാരത കഥ. വ്യാസൻ രചിച്ച ആ കഥ ഓർമ്മയിൽ നിന്ന് ഓർത്തെടുത്താണ് വൈശമ്പായനൻ മഹാഭാരത കഥയായി അവിടെ പറഞ്ഞത്. മഹാഭാരത കഥ പറയുമ്പോൾ മഹാഭാരതം രചിച്ച ആളുടെ പേര് ആ സൂതൻ അവിടെ പറയാൻ മറന്നില്ല. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഥ പറയുന്ന ആളുകളും, അതായത് സാംബശിവരെ പോലുള്ള ആളുകളും കാവ്യരൂപത്തിൽ കഥ ചൊല്ലുന്നവരും പണ്ടുണ്ടായിരുന്നു. അവർ അവരുടെ മക്കളെയും ശിഷ്യരെയും അതെല്ലാം പഠിപ്പിച്ചിരുന്നു. അവർ പറയുന്ന കഥ ആരാണ് അവരെ പഠിപ്പിച്ചതെന്നും അവർ കൃത്യമായി പറയുമായിരുന്നു. പിന്നീട് എഴുതി സൂക്ഷിക്കാൻ ലിപി ഉണ്ടായ കാലത്ത് ആ കാവ്യങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടു. കാവ്യം ചമച്ച കവിയുടെ പേരും അതിൽ കുറിച്ചു വയ്ക്കപ്പെട്ടു. അങ്ങനെയാണ് രാമായണത്തിൻ്റെ രചയിതാവായി ഇന്നും വാൽമീകി അറിയപ്പെടുന്നത്. ഇനി പരിശോധിക്കാനുള്ളത് കുറച്ച് വിവാദ ചോദ്യങ്ങളാണ്. വാൽമീകി ഒരു ചണ്ടാള ജാതിക്കാരനാണോ അതോ ബ്രാഹ്മണനാണോ? ചോദ്യം നമ്പർ 2. 2500 വർഷം മുമ്പുള്ള ഒരു കാലത്ത് ഒരു കാവ്യം രചിക്കണമെങ്കിൽ കവി ബ്രാഹ്മണനാകേണ്ട കാര്യമുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, 2500 വർഷം മുമ്പ് ജാതി വ്യവസ്ഥ കർക്കശമാക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ വരാം. വാൽമീകി ലിപി ഉപയോഗിച്ച് എഴുതിയിട്ടാണ് കാവ്യം രചിച്ചതെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണനാകാനുള്ള സാധ്യത 0. അക്കാലത്ത് വൈദിക മതത്തിൽ ചില സെൽഫ് ഗോൾ നിയമങ്ങളുണ്ടായിരുന്നു. വേദം ഓതിയാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് ബ്രാഹ്മണ പുരോഹിതർ എഴുത്ത് എന്ന വിദ്യയെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല.
മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗുരുവായ ഒരു വേദജ്ഞൻ സ്വന്തം മകനോ ശിഷ്യരായ ബ്രാഹ്മണ കുട്ടികൾക്കോ വേദം ഓതിക്കൊടുക്കും. അത് തലമുറ തോറും ആവർത്തിക്കും. ശ്രുതി എന്നാണ് അവർ പറയുന്നത് തന്നെ. ശ്രുതി എന്നാൽ കേട്ടത് എന്നർത്ഥം. ബ്രഹ്മർഷികൾ ഈശ്വരിൽ നിന്ന് കേട്ടത് അഥവാ അള്ളാഹ് ഇറക്കിക്കൊടുത്തത് എന്ന അർത്ഥത്തിലാണ് ഈ ശ്രുതി ഉപയോഗിച്ചിട്ടുള്ളത്. വൈദികർ അങ്ങനെ ശ്രുതിയും ഓതലുമായി നടന്നു. അപ്പോൾ പിന്നെ ആരാണ് ഈ എഴുത്തുവിദ്യയെ ശ്രദ്ധിച്ചത്? തീർച്ചയായും മറ്റു ജാതിക്കാർ. അവരാണ് എഴുത്തുവിദ്യ പഠിപ്പിച്ചിരുന്നതും എഴുത്തു കളരികൾ നടത്തിയിരുന്നതും. വാൽമീകിയും വ്യാസനുമൊക്കെ താഴ്ന്ന ജാതിക്കാരായിരുന്നു എന്ന് പറയുന്നതിലെ സത്യം അതാണ്. കേരളത്തിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇവിടുത്തെ ബ്രാഹ്മണരൊക്കെ ഓത്തുമായി നടന്നപ്പോൾ ഇവിടെ അക്ഷരം പഠിപ്പിച്ചിരുന്നത് ശൂദ്രരായിരുന്ന കണിയാനും എഴുത്തച്ഛനും ഒക്കെ ആയിരുന്നു. ഇവിടെ മലയാളത്തിന് ഏറ്റവും ആധുനികമായ ഒരു ലിപി ഉണ്ടാക്കിയത് എഴുത്തച്ഛനാണ്, നമ്പൂരിയല്ല. ഇപ്പോഴും തൃശ്ശൂർ, ചേർപ്പ്, തിരുവള്ളക്കാവിലൊക്കെ സുപ്രസിദ്ധമായ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ എഴുതി പഠിപ്പിക്കുന്നത് നമ്പൂതിരിയല്ല, വാര്യരാണ്. അതുകൊണ്ടാണ് ലിപി ഉപയോഗിച്ച ഒരാളായിരുന്നു വാൽമീകി എങ്കിൽ ആ വാൽമീകി ഉറപ്പായും ബ്രാഹ്മണനല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴ്ന്ന ജാതിയിൽ ജനിച്ച ഒരാൾക്ക് അക്കാലത്ത് സംസ്കൃതത്തിൽ കവിത ചമയ്ക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ കേട്ടിട്ടുള്ളത് മനുസ്മൃതിയെ പറ്റിയാണ്. അതിൽ പറയുന്നത് ശൂദ്രൻ വേദം കേട്ടാൽ ചെവിയിൽ ഈയം കോരി ഒഴിക്കണം എന്നാണ്. അപ്പോൾ പിന്നെ ശൂദ്രനേക്കാൾ താഴ്ന്ന ജാതിക്കാരനായ വാൽമീകി എങ്ങനെ സംസ്കൃത കാവ്യം രചിക്കും? പക്ഷേ ഈ മനു എന്ന ഈ കക്ഷിയും വാൽമീകിയും ജീവിച്ചിരുന്നത് ഒരേ കാലത്തല്ല. മനുസ്മൃതി എഴുതി എന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിന് പിൻപ് 3-ാം നൂറ്റാണ്ടിലാണ്. ഇന്നേക്ക് 1700 വർഷത്തിന് മുമ്പ്. വാൽമീകി ജീവിച്ചിരുന്നത് 2500 കൊല്ലം മുമ്പ്. അപ്പോൾ പിന്നെ മനുവിൻ്റെ നിയമങ്ങൾ വാൽമീകിയുടെ ജീവിതകാലത്തില്ല എന്ന് ഉറപ്പല്ലേ? ഭാരതം ബ്രാഹ്മണരുടെ കൈപ്പിടിയിലായതിനു ശേഷമാണ് ഒരു ചണ്ടാളന് സംസ്കൃതത്തിൽ കാവ്യം രചിക്കാൻ പറ്റില്ല എന്ന നില വന്നത്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യാചരിത്രം ഒന്ന് പരതണം. എന്നു മുതലാണ് ഇന്ത്യ ബ്രാഹ്മണരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയത്? അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇന്ത്യയിൽ മഹാജനപദങ്ങൾ എന്ന രാഷ്ട്രീയ രൂപമായിരുന്നു 2500 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. സവർക്കറെ പോലുള്ള ഹൈന്ദവ ദേശീയവാദി പണ്ഡിതർ പോലും ഇത് ശരിവെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഈ ജനപദങ്ങളിൽ നിന്നാണ് ഇന്ത്യയിൽ ഒരു രാജ്യം ആദ്യമായി വളർന്നു വന്നത്. മഗധ എന്നായിരുന്നു ആ രാജ്യത്തിൻ്റെ പേര്. എവിടെയാണ് മഗധ? വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇന്നത്തെ ബീഹാറിൻ്റെ തെക്കു ഭാഗത്ത്. ഈ മഗധയാണ് പിന്നീട് ഇന്നത്തെ ബീഹാറിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും പിന്നീട് ഒറീസ, ബംഗാൾ എന്നിവിടങ്ങളിലേക്കൊക്കെ വികസിച്ച് ഒരു ചെറിയ സാമ്രാജ്യമായി മാറുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ സാമ്രാജ്യം, അങ്ങനെ നമുക്കതിനെ കരുതാം. അത് കഴിഞ്ഞ 2500 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു സംഭവവികാസമാണ്. മഗധയിലെ ആദ്യകാല രാജാവായിരുന്ന ബിംബിസാരൻ ബുദ്ധൻ്റെ സുഹൃത്തും സംരക്ഷകനുമായിരുന്നു. ബ്രാഹ്മണ മതക്കാർക്ക് അവിടെ രാഷ്ട്രീയത്തിൽ ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. മകനായ അജാതശത്രുവാണ് അധികാരത്തിനായി ബിംബിസാരൻ എന്ന രാജാവിനെ കൊല്ലുന്നത്. ഇത് ബഹുഭാര്യ സമ്പ്രദായത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ബ്രാഹ്മണരുടെ ഇടപെടൽ അതിലില്ല. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെയൊക്കെ അധികാരം കൊണ്ട് സ്വന്തമാക്കും. കോണ്ടം കണ്ടുപിടിക്കാത്ത കാലമായതിനാൽ നാട് നിറച്ചും രാജാവിൻ്റെ മക്കൾ. പിള്ളേർ വലുതാവുമ്പോൾ തമ്മിൽ തല്ല്. ആദ്യം തന്തയുടെ തലയെടുക്കുന്നവൻ രാജാവ്. ഏതു മതക്കാരനായാലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. ഷാജഹാനെ തടവിലിട്ടും സഹോദരന്മാരെ കൊന്നുമാണ് ഔറംഗസേബ് ഭരണത്തിലേറിയത്. രാമായണത്തിൽ തന്നെ നോക്കുക. കൈകേയിക്ക് തോന്നുകയാണ് തൻ്റെ മോനാണ് രാജാവാകേണ്ടതെന്ന്. അതുകൊണ്ടാണ് രാമന് കാട്ടിലേക്ക് അയനം നടത്തേണ്ടി വന്നത്. അതായത് ബഹുഭാര്യത്വത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ അജാതശത്രു തന്തയെ കൊന്ന് അധികാരം പിടിക്കുന്നത്. പക്ഷെ അദ്ദേഹവും ബുദ്ധശിഷ്യനായി തന്നെ തുടർന്നു വന്ന നന്ദരാജാക്കന്മാർ മതസൗഹാർദ്ദത്തിൽ തന്നെയാണ് അവരും വിശ്വസിച്ചത്. എല്ലാ മതങ്ങൾക്കും അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. നന്ദരാജാവിനെ തോൽപ്പിച്ച് രാജാവായ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അത് ക്രിസ്തുവിന് മുമ്പ് 322 ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. അതിൻ്റെ സ്ഥാപകനായ ഈ ചന്ദ്രഗുപ്തന് പേര് ചൊല്ലി വിളിക്കാൻ ഒരു തന്ത പോലും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ പേര് മുറാദേവി എന്നായിരുന്നു. അമ്മയുടെ ജാതിയുടെ പേര് മൗറിയ എന്നും. എന്താണ് ഈ ജാതിയുടെ പണി? മയിലുകളെ പിടികൂടി വിൽക്കുക, തിന്നുക.
ചന്ദ്രഗുപ്തൻ്റെ അമ്മയ്ക്ക് നന്ദരാജാവിൻ്റെ നൂറുകണക്കിന് വെപ്പാട്ടിമാരിൽ ഒരാളാകേണ്ട ഗതികേടുണ്ടായി. അതിലുണ്ടായ പുത്രനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. വെപ്പാട്ടിയിലുണ്ടായ പുത്രനെ തന്ത തിരിഞ്ഞു നോക്കില്ലല്ലോ. ഇതുമൂലം ചന്ദ്രഗുപ്തൻ എന്ന ആ പുത്രൻ ചെറുപ്പകാലത്ത് വല്ലാതെ അധിക്ഷേപിക്കപ്പെട്ടു. അതിൻ്റെ പ്രതികാരമായാണ് പുള്ളി നന്ദ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി രാജ്യം പിടിച്ചെടുക്കുന്നത്. സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെ, ബഹുഭാര്യത്വത്തിൻ്റെ പ്രശ്നം, കോണ്ടം കണ്ടുപിടിക്കാത്തതിൻ്റെ പ്രശ്നം. ഇദ്ദേഹത്തിന് അച്ഛനില്ലാത്തതിനാൽ അമ്മയുടെയും ജാതിയുടെയും പേര് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിനിട്ടു. മൗര്യ സാമ്രാജ്യം, മയിലുകളുടെ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തിൻ്റെ മയിലുകളായുള്ള ബന്ധം അശോക ചക്രവർത്തി സ്ഥാപിച്ച പല സ്തൂപങ്ങളിലുമുണ്ട്. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി എന്തുകൊണ്ടാണ് മയിൽ വന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണണം. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, പേരിനൊരു തന്തയുണ്ടോ, തന്തയ്ക്ക് പിറന്നോ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ്. തള്ളയുണ്ടല്ലോ, അത് മതി. ഇന്ത്യക്ക് ആദ്യ സാമ്രാജ്യം ഉണ്ടായത് അമ്മയുടെ പേരിലാണ് എന്ന കാര്യത്തിൽ എല്ലാ സ്ത്രീപക്ഷവാദികളും അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയുടെ ആദ്യ സാമ്രാജ്യ സ്ഥാപകൻ ഒരു ബാസ്റ്റാർഡായത് കൊണ്ടുള്ള മെച്ചം. ഇവിടെ സവർക്കർ ഇടപെടുന്നത് ഇങ്ങനെയാണ്. വെൻ ചന്ദ്രഗുപ്ത became an emperor, the story of his birth might have appeared derogatory to his greatness, and therefore in some books of the time the story was slightly altered to mean that Muradevi was the wedded queen of Nanda emperor, not his concubine, which is consequence meant that Chandragupta was a legitimate royal prince and not an illegitimate one. ചന്ദ്രഗുപ്തൻ ചക്രവർത്തിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനകഥ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ അപകീർത്തിപ്പെടുത്തുന്നതായി കാണപ്പെട്ടതിനാൽ അക്കാലത്തെ ചില പുസ്തകങ്ങളിൽ മുറാദേവി നന്ദ ചക്രവർത്തിയുടെ വിവാഹിതയായ രാജ്ഞിയാണെന്നും അദ്ദേഹത്തിൻ്റെ വെപ്പാട്ടിയല്ലെന്നും അർത്ഥമാക്കുന്ന തരത്തിൽ കഥയ്ക്ക് ചെറിയൊരു മാറ്റം വരുത്തി. അപ്പോൾ ഇതെഴുതിയത് വീർ സവർക്കറാണ്. ഇങ്ങനെ ഒക്കെ എഴുതുന്ന ഒരാളായതുകൊണ്ടാണ് സവർക്കർ ഒരു ഹിന്ദുത്വ നാസ്തികൻ ആയിരുന്നു എന്ന് പറയുന്നത്. ഈ ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമതക്കാരനായാണ് തുടർന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രൻ ബിന്ദുസാരൻ ഒരു ആജീവക മതക്കാരനായിരുന്നു. ബ്രാഹ്മണ മതവുമായി ഒരു ബന്ധവുമില്ലാത്ത മതമാണ് ആജീവക മതം. ഇന്ന് ആ മതത്തിൽ ആരുമില്ല. ബിന്ദുസാരൻ്റെ പുത്രൻ അശോകൻ, അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ അശോക ദി ഗ്രേറ്റ് എന്ന പേരിലാണ്. അശോകൻ്റെ ബുദ്ധമതത്തിലുള്ള വിശ്വാസം ഞാൻ ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമില്ല, ലോക പ്രശസ്തമാണത്. അശോകൻ്റെ കാലമായപ്പോഴേക്കും പാടലീപുത്രം എന്ന പട്ന ആസ്ഥാനമാക്കിയ മൗര്യ സാമ്രാജ്യം ആര്യാവർത്തം മൊത്തം കീഴടക്കി കഴിഞ്ഞിരുന്നു. ഇവിടെ ആര്യാവർത്തത്തെപ്പറ്റി ഒരു സംശയം വരും. എന്താണ് ഈ ആര്യാവർത്തം? അത് നമുക്ക് പിന്നീട് പറയാം. അശോകൻ്റെ സാമ്രാജ്യം ഈ ആര്യാവർത്തം കടന്ന് അഫ്ഗാനിലേക്കും ഇറാൻ അതിർത്തിയിലേക്കും വളർന്നു കഴിഞ്ഞിരുന്നു. കേരളം മാത്രമാണ് അശോകൻ ബാക്കി വെച്ചത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അശോകനെ പോലുള്ള രാജാക്കന്മാർക്കൊന്നും ബ്രാഹ്മണരോട് വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഈ ബ്രാഹ്മണരോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ മൃഗബലിയിലും ബ്രാഹ്മണരുടെ യാഗങ്ങളിലും അവർക്ക് കൊടുക്കുന്ന വലിയ സമ്മാനങ്ങളിലും അവരെ ഭരണകാര്യങ്ങളിൽ അവരിൽ നിന്ന് വാങ്ങുന്ന ഉപദേശങ്ങളിലുമുള്ള താല്പര്യത്തെയാണ് ഈ ബ്രാഹ്മണരോടുള്ള താല്പര്യം എന്ന് പറയുന്നത്. എന്നാൽ അശോകൻ അവരുടെ ശത്രുതയും ഇല്ലായിരുന്നു. മതസൗഹാർദ്ദമായിരുന്നു അവരുടെയൊക്കെ മതം. ഭരണകാര്യത്തിൽ അവർ ബ്രാഹ്മണ്യത്തെ പടിക്ക് പുറത്ത് നിർത്തുക തന്നെയാണ് ചെയ്തത്. അവർ മാത്രമല്ല, 2346 വർഷത്തിന് മുമ്പ് ഇന്ത്യ ഒരു സാമ്രാജ്യമായ കാലങ്ങളിലൊന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ ബ്രാഹ്മണന് രാഷ്ട്രീയ ഭരണവ്യവസ്ഥയിൽ വലിയൊരു റോളുള്ളതായി നമ്മൾ കാണുന്നില്ല. അതിനു മുമ്പുള്ള ജനപദങ്ങളുടെ കാലത്ത് ഏതെങ്കിലും ഒരു ജനപദത്തിൽ ബ്രാഹ്മണന് മുൻകൈ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ മറ്റിടങ്ങളിൽ ആ പരിപ്പ് വെന്തിരുന്നില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ രാമായണം എഴുതാൻ വാൽമീകിക്ക് ബ്രാഹ്മണനാകേണ്ട ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാവുന്നത്. ഇനി നമുക്ക് ആര്യാവർത്തത്തിലേക്ക് വരാം. എന്താണ് ഈ ആര്യാവർത്തം? ആര്യാവർത്തം എന്നാൽ ആര്യന്മാരുടെ ദേശം, വേദങ്ങൾ രചിക്കപ്പെട്ട സ്ഥലം. എവിടെ ആയിരുന്നു ഈ ആര്യാവർത്തം? 2100 വർഷം മുമ്പ് എഴുതപ്പെട്ട മഹാഭാഷ്യത്തിൽ പതഞ്ജലി പറയുന്നത് ഇങ്ങനെയാണ്: സരസ്വതി അപ്രത്യക്ഷമാകുന്നതിന് കിഴക്ക് ഭാഗത്ത്, കാളകവനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത്, പരിയാത്ര പർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്ത്, ഈ 4 അതിരുകൾക്കുള്ളിലാണ്
ആര്യന്മാരുടെ ദേശം. കാളകവനം എന്ന് പറഞ്ഞാൽ ഗംഗയും യമുനയും സംഗമിക്കുന്നിടത്ത്, അതായത് ഇപ്പോഴത്തെ അലഹാബാദ് നമുക്ക് കൂട്ടാം, അതിൻ്റെ പടിഞ്ഞാറുള്ള ഭാഗങ്ങൾ, അതായത് ഡൽഹിയൊക്കെ പെടും. പടിഞ്ഞാറോട്ട് എവിടം വരെ പോകും? സരസ്വതി നദിയെ കാണാതാകുന്ന സ്ഥലം വരെ പടിഞ്ഞാട്ട് പോകും. അപ്പോൾ ഒരു പക്ഷേ അത് രാജസ്ഥാൻ മരുഭൂമിയായിരിക്കാം. അവിടെ നിന്ന് കിഴക്കോട്ടുള്ള സ്ഥലങ്ങൾ. അടുത്ത അതിർത്തി പറയുന്നത് ഹിമാലയത്തിൻ്റെ തെക്കുഭാഗം എന്നാണ്. നമ്മളെല്ലാം ഹിമാലയത്തിൻ്റെ തെക്കാണ്. പക്ഷേ തെക്കോട്ടും അതിർത്തിയുണ്ട്. പരിയാത്ര പർവ്വതമാണ് അതിർത്തി. അത് വിന്ധ്യപർവ്വതമാണ്. ചുരുക്കി പറഞ്ഞാൽ ഗംഗാ നദിക്കും യമുനാ നദിക്കും ഉള്ളിലുള്ള ഭാഗമാണ് ഈ 2100 വർഷം മുമ്പത്തെ ആര്യന്മാരുടെ ദേശം. അതിന് പുറത്തുള്ള ദേശങ്ങളൊക്കെ അവർക്ക് അക്കാലത്ത് മ്ലേച്ഛ ദേശങ്ങളായിരുന്നു. മഗധയൊക്കെ മ്ലേച്ഛം തന്നെ. ഈ മ്ലേച്ഛ ദേശങ്ങളിലാണ് ബുദ്ധമതവും ജൈനമതവും ഉണ്ടായത്. ഇന്ത്യയുടെ ആദ്യ സാമ്രാജ്യമായ മൗര്യ സാമ്രാജ്യം രൂപം കൊള്ളുന്നതും ഈ ആര്യാവൃത്തത്തിന് പുറത്തുള്ള ഭാഗത്താണ്. ബുദ്ധമതം ഉണ്ടായതും ആര്യാവൃത്തത്തിന് പുറത്താണ്. 2500 വർഷത്തിനും 2400 വർഷത്തിനും ഇടയിൽ എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. ജൈനമതം ഉണ്ടായതും അവിടെ തന്നെ 2700 വർഷത്തിനും 2500 വർഷത്തിനും ഇടയിൽ. ഇന്ത്യയിൽ നല്ലത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ആര്യാവർത്തത്തിന് പുറത്താണ്. ആര്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മ്ലേച്ഛ ദേശത്തിൽ. ഇതിൽ ചിന്തിക്കുന്നവർക്ക് വല്ല ദൃഷ്ടാന്തവും കാണുന്നുണ്ടെങ്കിൽ നല്ലത്. പിന്നീട് ആര്യവംശവാദികൾ പറഞ്ഞത് ഇന്ത്യ എന്നാൽ ആ സേതു ഹിമാചലം എന്നാണ്. ഹിമാചലം മുതൽ ബംഗാൾ ഉൾക്കടൽ വരെയുള്ള ഭാഗങ്ങൾ എന്നർത്ഥം. അപ്പോഴും കന്യാകുമാരി വരെ എത്തിയിട്ടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ആര്യബ്രാഹ്മണർക്ക് ബംഗാൾ പോലുള്ള മ്ലേച്ഛ ദേശങ്ങൾ ശ്രേഷ്ഠ ദേശങ്ങളായി മാറിയത്? ആര്യബ്രാഹ്മണരുടെ ഭക്തന്മാരായ ഗുപ്തരാജാക്കന്മാർ മൗര്യ സാമ്രാജ്യം പിടിച്ചപ്പോൾ മുതൽ. ഈ ഗുപ്തരാജാക്കന്മാർ ഭരിക്കാൻ തുടങ്ങിയതോടെ ബ്രാഹ്മണർക്ക് ഒറീസയും ബംഗാളും നല്ല ദേശങ്ങളായി. അപ്പോൾ ആര്യാവർത്തത്തിൻ്റെ അതിർത്തി ബംഗാൾ ഉൾക്കടൽ വരെയായി. ബ്രാഹ്മണരെ കുമ്പിടുന്നവർ തെക്കേ ഇന്ത്യയിൽ വന്നു. അപ്പോൾ ആ സേതു ഹിമാചലം എന്നത് ഹിമാലയം മുതൽ കന്യാകുമാരി വരെയും എത്തി. ഈ ആര്യവർത്തത്തിൽ ആദ്യ വേദം രചിക്കപ്പെടുന്നത് എന്നാണ്. വേദങ്ങൾ തന്നെ പറയുന്നത് ഇന്ത്യയിൽ കുതിരയും ചക്രവും ബ്രോൺസും വന്നതിന് ശേഷമാണ് എന്നാണ്. പക്ഷേ ഇരുമ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പുമാണ്. ആര്യന്മാരുടെ വരവിനെപ്പറ്റി നരവംശ ശാസ്ത്രജ്ഞർ ആലങ്കാരികമായി പറയുന്നത് തന്നെ ദി ഹോഴ്സ്, ദി വീൽ ആൻഡ് ലാംഗ്വേജ് എന്നാണ്. കുതിരയും ചക്രം പിടിപ്പിച്ച രഥവും പുതിയ ഒരു ഭാഷയുമായാണ് അവർ വന്നത്. അപ്പോൾ ഏതാണ് ആ കുതിരക്കാലം? ഇന്ത്യയിൽ വളർത്തു കുതിരകളെ കണ്ടു തുടങ്ങിയത് 3900 വർഷം മുമ്പാണ്. ഇരുമ്പ് കാണാൻ തുടങ്ങുന്നത് 3400 വർഷങ്ങൾക്ക് മുമ്പും. അപ്പോൾ ആദ്യ വേദം വിരചിതമായ കാലം 3900-നും 3400-നും ഇടയിലാണ്. അപ്പോൾ ആര്യന്മാരുടെ വരവെന്നാണ്? തീർച്ചയായും 4000 വർഷം മുമ്പ്. ആര്യന്മാരുടെ ഈ മാസ് എൻട്രി ഉണ്ടാകുമ്പോഴേക്കും ഇന്ത്യയിൽ അതുവരെ ഉണ്ടായിരുന്ന ഹാരപ്പൻ സംസ്കാരം നശിച്ചു കഴിഞ്ഞിരുന്നു. ഹാരപ്പൻ സംസ്കാരം നശിച്ചത് ദീർഘകാലം നീണ്ടുനിന്ന വരൾച്ച മൂലമായിരുന്നു. വരൾച്ച സഹിക്കാൻ വയ്യാതെ ഹാരപ്പൻ ജനതയിൽ ഭൂരിഭാഗവും ഇന്ത്യയുടെ മറ്റിടങ്ങളിലേക്ക് കുടിയേറി. ഹാരപ്പൻ ജനത കുടിയേറിയത് പ്രാചീന ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറോട്ടും കിഴക്കൻ ഭാഗങ്ങളിലേക്കുമായിരുന്നു. ആര്യന്മാർക്കും ഇതേ പാത തന്നെ പിന്തുടരേണ്ടി വന്നു. വേറെ വഴിയില്ലല്ലോ. സ്വാഭാവികമായും അവരും ഹാരപ്പന്മാരുമായി കൂട്ടിമുട്ടി. ആ കൂടിക്കാഴ്ച സംഘട്ടനത്തിൻ്റെയും വംശനാശത്തിൻ്റെതും ആയിരുന്നു. അധികവും തമ്മിലടി തന്നെയായിരുന്നു. പക്ഷേ എല്ലാം അങ്ങനെയല്ല. കാരണം ആര്യന്മാർ എല്ലാവരും ഒറ്റ ബാച്ചായല്ല വന്നത്. ഓരോരോ ബാച്ചുകളായി ഓരോ കാലങ്ങളിലാണ് അവർ വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവ രീതികളും വ്യത്യസ്തമായിരുന്നു. ചുരുക്കം ചിലർ തദ്ദേശീയരുടെ വംശനാശത്തിനായി കൊതിച്ചിരിക്കാമെങ്കിലും കൂടിക്കലരൽ ആയിരുന്നു അധികവും സംഭവിച്ചത്. അതിന് ജനിതക തെളിവുകളുമുണ്ട്. ഈ തെളിവ് ഇന്നത്തെ ഇന്ത്യക്കാരുടെ ജനിതകത്തിൽ കാണുന്ന ആര്യൻ സ്റ്റെപ്പ് വംശ പൈതൃകം തന്നെയാണ്. കൂടിക്കലരൽ ആയിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന സ്വഭാവം എന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ആ കലരലിൽ സെക്സ് മാത്രമല്ല വയലൻസും ഉണ്ടായിരുന്നു. ഇൻകമിങ് കുറവും ഔട്ട് ഗോയിങ് കൂടുതലും. അത്തരം ഒരു മിക്സിംഗ് ആണ് ആര്യന്മാരിലെ ശ്രേഷ്ഠ സമൂഹം അവലംബിച്ചത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സംബന്ധം എന്ന ഒരു ഏർപ്പാട് ഓർത്താൽ മതി. ബ്രാഹ്മണർ ശൂദ്രഗ്രഹങ്ങളിൽ പോയി അവിടുത്തെ സ്ത്രീകളുമായി ഇണചേരും. എന്നാൽ ശൂദ്രഗ്രഹങ്ങളിലെ ആണുങ്ങൾക്ക് നമ്പൂതിരി പെണ്ണുങ്ങളെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല.
60 കൊല്ലം മുമ്പ് വരെ ഈ ഔട്ട് ഗോയിങ് ഓൺലി ഏർപ്പാട് കേരളത്തിൽ അവർ നിലനിർത്തിയെങ്കിൽ കുതിരപ്പുറത്ത് വന്ന കാലത്ത് എന്തായിരിക്കും സ്ഥിതി? അവർ അവരുടെ രക്തം മറ്റു ജാതികളിൽ കലർത്തുകയും എന്നാൽ മറ്റു ജാതികളിൽപ്പെട്ടവരുടെ രക്തം തങ്ങളുടെ സ്ത്രീകളിൽ കലരാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കുകയും ചെയ്തു. ഇതുമൂലം ഹാരപ്പൻ സ്ത്രീകൾ അതിജീവിക്കുകയും അവരുടെ പുരുഷന്മാരുടെ അതിജീവനം ദുഷ്കരമാവുകയും ചെയ്തു. ആര്യന്മാരിലെ ദസ്യുക്കൾ എന്ന ദാസവിഭാഗത്തിന് ഈ വിശുദ്ധിയൊന്നും ഈ നിബന്ധനകളൊന്നും ബാധകമല്ലായിരുന്നു. അതിനാൽ പലപ്പോഴും ഹാരപ്പൻസുമായി സമ്പൂർണ്ണ മിക്സിങ്ങും സാധ്യമായി. ഔട്ട് ഗോയിങ്ങും ഇൻകമിങ്ങും സംഭവിച്ചിരിക്കാം. ഇൻകമിങ് പൂജ്യവും ഔട്ട് ഗോയിങ് ലക്ഷവും എന്ന ആ ആര്യ പുരോഹിത ശ്രേഷ്ഠ മാതൃക തന്നെയാണ് നമ്മൾ പിന്നീട് കാണുന്ന സെമിറ്റിക് മതങ്ങളും പിന്തുടർന്നത്. മറ്റു മതങ്ങളിലെ സ്ത്രീകൾക്ക് സ്വാഗതം, ഞമ്മൻ്റെ മതത്തിലെ സ്ത്രീകൾ പോയാൽ വിവരമറിയും എന്നാണ് എന്നത്തെയും സെമിറ്റിക് മതങ്ങളുടെ ആപ്തവാക്യം. ആര്യന്മാരാണ് ഇത് കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആര്യന്മാർക്ക് എല്ലായ്പ്പോഴും ഈ ലൈൻ വിജയിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല. അതിനുള്ള തെളിവും ജനിതക പരിശോധനകൾ തരുന്നുണ്ട്. അവരിലും കലർപ്പ് കാണുന്നുണ്ട്. മറ്റു ജനവിഭാഗങ്ങളിലുള്ള കലർപ്പിനേക്കാൾ വളരെ വളരെ കുറവാണെങ്കിലും കലർപ്പുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? 3 സാധ്യതകളാണുള്ളത്. സാധ്യത 1, ആര്യന്മാരെ മൈൻഡ് ചെയ്യാത്ത രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഇത് സംഭവിച്ചിരിക്കാം. അപ്പോൾ അവരുടെ സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണം കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ലല്ലോ. സാധ്യത 2, കലിമൂത്ത തദ്ദേശീയ ജനത തിരിച്ചടിച്ച സമയങ്ങളിൽ. അപ്പോൾ പ്രധാന ഐറ്റം ബലാത്സംഗമായിരിക്കുമല്ലോ. ഇന്നും അങ്ങനെ തന്നെയാണ്. അതാണല്ലോ 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നമ്മൾ കണ്ടത്. സാധ്യത 3, വൈദേശിക ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ സംഭവിച്ചത്. ഉദാഹരണമായി സതി എന്ന ആചാരത്തെ നോക്കുക. മുസ്ലിം പടയോട്ടക്കാരുടെ മുന്നിൽ ഇവിടുത്തെ രാജാക്കന്മാർ പരാജയപ്പെടുമ്പോൾ അവരുടെ സ്ത്രീകളിൽ അന്യരക്തം കലരാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അനാചാരം. എല്ലാ സ്ത്രീകളും കൂടി തീയിൽ ചാടുന്നു. ഇതൊക്കെ എപ്പോഴും നടക്കുമോ? തദ്ദേശീയ ജനതയുടെ സ്ത്രീകൾക്ക് സഹിക്കേണ്ടി വന്നതെല്ലാം ആര്യശ്രേഷ്ഠരുടെ സ്ത്രീകൾക്ക് സഹിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അവരുടെ പിന്തുടർച്ചകളിലും കലർപ്പുണ്ടായത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയ്ക്കധികം വിദേശ ആക്രമകാരികൾ ഇവിടെ കയറി ഇറങ്ങിയിട്ടും ഇന്നും അധികം കലർപ്പില്ലാത്ത ആര്യന്മാരുടെ ജനിതകം പേറുന്നവർ ആര്യ പുരോഹിത വംശമാണ്. ഇത് ഇന്ത്യക്കാരുടെ DNA പഠനങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ത്യൻ ജനതയുടെ 140 വിഭാഗങ്ങളെ പഠനം വിധേയമാക്കിയപ്പോൾ അവരിൽ 10 വിഭാഗങ്ങളിലാണ് ആര്യ സ്റ്റെപ്പ് പൈതൃകം ഗണ്യമായ ഉയർന്ന തോതിലുള്ളത് എന്ന് കണ്ടിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ തിവാരി ബ്രാഹ്മണരെ പോലുള്ളവരിലും പരമ്പരാഗതമായി പുരോഹിത വൃത്തി ചെയ്യുന്നവരിലുമാണ് ഈ സ്റ്റെപ്പ് പൈതൃകം ആര്യന്മാരുടെ രക്തം കൂടുതലുള്ളത്. ഈ തറവാടി ബ്രാഹ്മണരെ ഒഴിച്ചു നിർത്തിയാലും ജനങ്ങൾ തമ്മിലുള്ള മിക്സിംഗ് നന്നായി നടന്നിരുന്നു എന്നാണ് ജനിതക പഠനങ്ങൾ പറയുന്നത്. തീർച്ചയായും വംശങ്ങൾ തമ്മിലുള്ള ഈ കലറൽ പ്രക്രിയയ്ക്ക് പ്രാദേശിക ഭേദങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ മിക്സിംഗ് നടന്നിരുന്നു. ഈ കൂടിക്കലറൽ 5ഓ 10ഓ നൂറ്റാണ്ടുകളല്ല 2000 വർഷങ്ങളോളം നീണ്ടുപോയി. പിന്നീടത് സ്വിച്ചിട്ട പോലെ നിൽക്കുകയായിരുന്നു. കുലവും ജാതിയും നോക്കി കല്യാണം കഴിച്ചാൽ മതി എന്നായി മാറുകയായിരുന്നു. പക്ഷേ അതൊരു വ്യവസ്ഥയായി ഉറച്ചത് 1900 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു. ഈ രീതി ഇന്ത്യ മുഴുവൻ ഒരേ കാലത്ത് സംഭവിച്ചു എന്ന് പറയുന്നതിലും അർത്ഥമൊന്നുമില്ല. പൊതുവായി ഒരു കാലഘട്ടം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും 4000 വർഷം മുമ്പ് മുതൽ 1900 വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ജനങ്ങൾ തമ്മിൽ പരസ്പരം കൂടിക്കലർന്നിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. അത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ ജനിതക തെളിവുകളുമുണ്ട്. ആര്യ പുരോഹിത വംശത്തിലെ സ്ത്രീകളുമായുള്ള മിക്സിങ്ങിൽ നല്ലപോലെ കുറവുണ്ട് എന്നത് ശരിയാണെങ്കിലും മറ്റുള്ളവരുടെ കൂടിക്കലറൽ ഒരു എവരിഡേ യാഥാർത്ഥ്യമായിരുന്നു. ഇതിൽ നിന്നും എന്ത് നമുക്ക് മനസ്സിലാക്കാം? 2500 വർഷം മുമ്പ് ജാതിയുണ്ടോ എന്ന് ചോദിച്ചാൽ ജാതിയുണ്ട്, പക്ഷേ അത് തൊഴിൽ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ജാതിയുടെ വിലക്കുകളില്ല. ഇണചേരാനും കലാകാരനാകാനും ജാതി നോക്കണമെന്ന് നിയമവുമില്ല. അങ്ങനെ ഒരു കാലത്ത് ജീവിച്ച വാൽമീകിക്ക് സന്യസിക്കാനും കവിത ചമയ്ക്കുവാനും ബ്രാഹ്മണനാകേണ്ട കാര്യമില്ല. ഇനി വാൽമീകി ബ്രാഹ്മണനല്ല എന്ന് ഉറപ്പിച്ചാൽ തന്നെ മറ്റൊരു അതിപ്രധാനമായ ചോദ്യത്തെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. വാൽമീകി ബ്രാഹ്മണനല്ല എങ്കിൽ രാമായണത്തിൽ എങ്ങനെ ഈ ബ്രാഹ്മണ സ്തുതികൾ നിറഞ്ഞു? തപസ് ചെയ്യുന്ന ഒരു ശൂദ്രകനെ പോയി ശ്രീരാമൻ കഴുത്തു വെട്ടുന്നുണ്ട്. ഇജാതി ബ്രാഹ്മണ പ്രീണനം നടത്തുന്ന ഒരു നായകനെ വാൽമീകി എങ്ങനെ സൃഷ്ടിച്ചു? ഇത് വിശദീകരിക്കണമെങ്കിൽ ഇക്കഴിഞ്ഞ 2000 വർഷത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കേണ്ടി വരും. നമ്മൾ മുമ്പ് പറഞ്ഞു,
പരസ്പരം കൂടിക്കലർന്നിരുന്ന ഗോത്രങ്ങൾ ഇനി മുതൽ സ്വന്തം ഗോത്രത്തിൽ നിന്ന് മാത്രം കെട്ടിയാൽ മതി എന്ന് തീരുമാനിച്ചു എന്ന്. അങ്ങനെ ഒരു തീരുമാനം സ്വമനസാലെ ആരെങ്കിലും എടുക്കുമോ? പലതരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അവർക്ക് മേൽ ചെലുത്തപ്പെട്ടിരിക്കണം. അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയേ പറ്റൂ. നമുക്കറിയാം, മൗര്യ ഭരണകാലത്ത് മതസൗഹാർദ്ദമായിരുന്നു. പക്ഷേ ക്രിസ്തുവിന് മുമ്പ് 184 മൗര്യ സാമ്രാജ്യം വീണു. അവസാനത്തെ രാജാവായിരുന്ന ബഹദ്രഥനെ അദ്ദേഹത്തിൻ്റെ സേനാനായകനായ പുഷ്യമിത്രൻ എന്ന ഒരു ബ്രാഹ്മണൻ കൊല്ലുകയായിരുന്നു. സേനാനായകൻ രാജാവിനെ കൊല്ലുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്. കാരണം രാജാധികാരം ദൈവദത്തമാണെന്നാണ് ജനങ്ങൾ കരുതി പോരുന്നത്. അങ്ങനെയാണല്ലോ ജനങ്ങൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ അയാളെ, അതായത് രാജാവിനെ കൊന്നുവരുന്ന ആളെ അംഗീകരിക്കണമെന്നില്ല. ഏതു ഭരണത്തിനായാലും ജനങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മതി ആവശ്യമാണ്. പുഷ്യമിത്രന് മനസ്സിലായി, തനിക്ക് ദൈവങ്ങളുടെ അംഗീകാരം ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നണം. അതിന് ദൈവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം. അതിനാണ് യാഗങ്ങൾ. ആ യാഗങ്ങൾ ചെയ്യുന്നതോ ബ്രാഹ്മണ പുരോഹിതന്മാരും. പുഷ്യമിത്രനോട് പുരോഹിതന്മാർ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പരിഹാരക്രിയ ഉണ്ട്, അശ്വമേധയാഗം. പുഷ്യമിത്രൻ ആ യാഗം കൂടി നടത്തി. എന്നിട്ട് ദേവകളുടെ അംഗീകാരം നേടിയെന്ന് അവകാശപ്പെട്ടു. ജനങ്ങൾ അത് വിശ്വസിച്ചു. പുഷ്യമിത്രൻ ബ്രാഹ്മണനായിരുന്നു. അതിൻ്റെ നന്ദി എന്നോണം പിന്നെ പുരോഹിതർ പറയുന്ന ഓരോ കാര്യങ്ങളും അടിമയെപ്പോലെ ചെയ്യാൻ തുടങ്ങി. പുഷ്യമിത്രൻ്റെ അക്കാലത്തെ ഒരു ഓഫർ കേട്ടാൽ നിങ്ങൾക്കത് ബോധ്യം വരും. നിങ്ങൾ ഒരു ബുദ്ധമതക്കാരനെ കൊന്നാൽ 100 റോമൻ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. കാലക്രമേണ ഈ പുഷ്യമിത്രനും മരിച്ചു. പക്ഷേ അതിനുശേഷം വന്നവരൊന്നും കരുത്തർ ആയിരുന്നില്ല. അതുകൊണ്ട് ഒരു ഭരണ സ്ഥിരത ഉണ്ടായില്ല. സ്ഥിരതയില്ലാത്ത സാമ്രാജ്യങ്ങൾ പിന്നെ അങ്ങ് കുറച്ചു കാലം. ആ അസ്ഥിരത ബ്രാഹ്മണ്യത്തിന് ഗുണമായി. അവർ സർവ്വമേഖലയിലും പിടിമുറക്കി. അതായത് നൂറ്റാണ്ടുകളോളം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബ്രാഹ്മണ്യത്തിൻ്റെ തിരിച്ചുവരവാണ് 2200 വർഷം മുമ്പുണ്ടായത്. തുടർന്നുള്ള 250 വർഷങ്ങൾക്കുള്ളിലാണ് ജാതി മാറിയുള്ള വിവാഹങ്ങൾ നിരോധിക്കപ്പെട്ടത്. ജാതി വ്യവസ്ഥയുടെ കിരാത നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പായത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ജാതി വ്യവസ്ഥ പോലുള്ളൊരു നിയമം കൊണ്ടുവന്നാൽ ജനങ്ങളത് ഏറ്റെടുക്കുമോ? അതിനൊരു എവർഗ്രീൻ സൂത്രമുണ്ട്. സിവിൽ നിയമങ്ങൾ എത്രമാത്രം പൊതുജനവിരുദ്ധമാകുന്നുവോ അത്രയ്ക്ക് അതിനെ ദൈവീകമാക്കി മാറ്റണം. ദൈവീകവും വിശുദ്ധവുമായ ഒരു പരിവേഷം ആ നിയമത്തിന് ചാർത്തി കൊടുക്കണം. ഉദാഹരണത്തിന് ഭഗവത്ഗീതയിൽ എഴുതി വെച്ച ഒരു നിയമം, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗ. ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനപ്പെടുത്തി വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥ ഞാൻ സൃഷ്ടിച്ചു എന്ന് ഭഗവാൻ നേരിട്ട് വന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരിട്ട് വന്ന് പറയുന്നതായി ഫിലോസഫി അവതരിപ്പിച്ചാൽ ജനങ്ങൾ അത് ഏറ്റെടുക്കുമോ? ഒരിക്കലുമില്ല. അതിന് പണി വേറെ എടുക്കണം. ജനങ്ങൾ നിരന്തരം പറഞ്ഞു നടക്കുന്ന നാടോടി കഥകളിലും പുരാണങ്ങളിലും അത് വരണം, കുത്തിക്കയറ്റണം. എങ്കിലേ ദൈവഹിതം അതാണെന്ന് വിശ്വാസികൾ കരുതുകയുള്ളൂ. മഹാഭാരതത്തിൽ ഗീത കുത്തിക്കയറ്റിയത് ജാതി പറയാനാണ്. മഹാഭാരതത്തിൽ മാത്രമല്ല, പുരാണങ്ങളിൽ എല്ലാ കൂട്ടിച്ചേർക്കലുകളും വന്നത് ജാതി പറയാനാണ്. പ്രക്ഷിപ്തങ്ങൾ എന്നാണ് ഈ കൂട്ടിച്ചേർക്കലിനെ പറയുന്നത്. ദൈവങ്ങൾ വന്ന് പച്ചയ്ക്ക് ജാതി പറയുന്നു. ദൈവങ്ങൾ വന്ന് ഓരോ ജാതിക്കും ഓരോ കർമ്മങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ബ്രാഹ്മണൻ ചെയ്യേണ്ട കർമ്മം ചെയ്യുമോടാ നായെ എന്ന് ചോദിച്ച് താഴ്ന്ന ജാതിക്കാരൻ്റെ ശിരസ് വെട്ടുന്നു. ഇതെല്ലാം ജാതി വ്യവസ്ഥയെ ഉറപ്പിക്കാൻ വേണ്ടി പുരാണങ്ങളിൽ കൂട്ടിച്ചേർത്തതാണ്. അതായത് രാമായണം രചിക്കപ്പെട്ടത് 2500 വർഷം മുമ്പാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ശ്രീരാമൻ ശൂദ്രകൻ്റെ തലവെട്ടിയ കഥ കൂട്ടിച്ചേർത്തതാണ്. കാരണം 2500 വർഷം മുമ്പ് ഇന്ന് കാണുന്ന ഭീകരമായ ജാതി വ്യവസ്ഥ ഇല്ലായിരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിനാൽ ജാതിയെ ഉറപ്പിക്കാനായി ഇന്ന് രാമായണത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടത് തന്നെയാണ്. ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് രാമായണത്തിൽ ആദ്യകാലത്ത് 3000 ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ ഇന്ന് രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളുണ്ട്, മുഴുവൻ കൂട്ടിച്ചേർത്താണ്. ഇത് തന്നെയാണ് മഹാഭാരതത്തിൻ്റെയും കഥ. 30,000 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്ന മഹാഭാരതം ഇന്ന് 1,20,000-ൽ പരം, എത്രയുണ്ടെന്ന് അറിയില്ല. അതും ഇത്തരത്തിലുള്ള ബോധപൂർവമായ കൂട്ടിച്ചേർക്കലുകളുടെ ഫലമാണ്. പുരാണങ്ങളെല്ലാം പണ്ടത്തെ വിക്കിപീഡിയ ആണ് എന്ന് പറയുന്നവരുണ്ട്. KC നാരായണൻ സാറിനെ പോലുള്ള പണ്ഡിതർ വരുന്നവരും പോകുന്നവരും തോന്നുന്നതൊക്കെ എഴുതിക്കയറ്റിയതാണ് മഹാഭാരതമെന്ന് പറയുന്നവർ. രാജാക്കന്മാരാണ് ഈ കൂട്ടിച്ചേർക്കലുകൾക്ക് മുൻകൈ എടുത്തിട്ടുള്ളത്.
രാജാക്കന്മാർ അവരുടെ ഗ്രന്ഥപ്പുരകളിൽ പുരാണങ്ങൾ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങിയ ഒരു കാലമുണ്ട്. ആ കാലം മുതൽ അത് 60-70 വർഷങ്ങളാവുമ്പോൾ ഈ പുരാണങ്ങൾ പകർത്തി എഴുതി പുതുക്കും. അപ്പോൾ പിന്നെ പണി എളുപ്പമായി. അന്നത്തെ കവികളും കലാകാരന്മാരും എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ ചെല്ലും ചെലവും വാങ്ങി കഴിഞ്ഞിരുന്നവരായിരുന്നു. അവർ രാജാക്കന്മാർ പറയണ പോലെ പകർത്തി എഴുതി, അല്ലെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരം എഴുതി. പല ടൈപ്പ് കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടെങ്കിലും ലക്ഷ്യം ജാതി വ്യവസ്ഥ തന്നെയായിരുന്നു. ജാതിയെ ഒരു ദൈവീകമായ വരദാനമായി ബലപ്പെടുത്തുന്നതിനായുള്ള തരം കൂട്ടിച്ചേർക്കലുകളാണ് അധികവും നടന്നിട്ടുള്ളത്. അതുപോലെ യാഗങ്ങളുടെ പ്രാധാന്യം വിവരിക്കുന്ന കൂട്ടിച്ചേർക്കലുകൾ. അതിലും പ്രധാനപ്പെട്ട ഒന്നുണ്ട്, ബ്രാഹ്മണർക്ക് നൽകേണ്ട ദാനങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന കൂട്ടിച്ചേർക്കലുകൾ. രാമായണത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല കൂട്ടിച്ചേർക്കൽ, 2 കാണ്ഡങ്ങൾ ഹോൾസെയിലായി കൂട്ടിച്ചേർത്തു. ഇത് ഞാൻ പറയുന്നതല്ല, ഭാഷാചരിത്രകാരന്മാരും സംസ്കൃത ഭാഷ പണ്ഡിതരും പറയുന്നതാണ്. ആദ്യകാണ്ഡമായ ബാലകാണ്ഡവും അവസാന കാണ്ഡമായ ഉത്തരകാണ്ഡവും പരിപൂർണമായും കൂട്ടിച്ചേർത്തതാണ്. ഭാഷാ പണ്ഡിതർ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? അവർ 7 കാണ്ഡങ്ങളും സൂക്ഷ്മമായിരുന്നു പഠിച്ചു. ബാലകാണ്ഡം, അയോധ്യകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരകാണ്ഡം എല്ലാം പരിശോധിച്ചു. അതിലെ 5 കാണ്ഡങ്ങളിൽ അവർ ദർശിച്ച പ്രകൃത്യാവബോധം, സൗന്ദര്യാവബോധം, പ്രേമാവബോധം, വർണ്ണന പാടവം മറ്റ് 2 കാണ്ഡങ്ങളിലെ വരികളിലും അവർ കണ്ടില്ല. അവർ മനസ്സിലാക്കി ഇത് കൂട്ടിച്ചേർത്താണത്. ആക്ച്വലി ഈ രാമകഥയുടെ രത്ന ചുരുക്കം എന്താണെന്ന് നോക്കിയാലും നമുക്ക് പിടികിട്ടും. എന്താണ് രാമായണത്തിൻ്റെ ഷോർട്ട് സിനോപ്സിസ്? മൂത്ത പുത്രനായ ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിനായി ദശരഥ മഹാരാജാവ് തീരുമാനിക്കുന്നു. ആ സീൻ മുതൽ തുടങ്ങി രാവണനെ നിഗ്രഹിച്ച് അയോധ്യയിൽ തിരിച്ചെത്തി രാജാവായി ചുമതലയേൽക്കുന്ന സീനിൽ കഥ അവസാനിക്കുന്നു. ഈ കഥയായിരുന്നു വാൽമീകിയുടെ കഥ. ആരായിരുന്നു വാൽമീകിയുടെ രാമൻ എന്ന നായകൻ? എല്ലാ ജനപ്രിയ കഥയിലെയും നായകനെ പോലെ തന്നെ അക്കാലത്തെ സാധാരണ മനുഷ്യരെക്കാൾ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു അസാധാരണ മനുഷ്യൻ. അച്ഛൻ്റെ വാക്കിന് സ്വന്തം രാജകീയ ജീവിതത്തെക്കാൾ വിലയുണ്ടെന്ന് കരുതിയ മനുഷ്യൻ. അച്ഛൻ മരിച്ച വാർത്ത കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ് ഇനി ജീവിച്ചിരിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ച മനുഷ്യൻ. ഭാര്യയെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ മരങ്ങളോട് പോലും സീതയെ കണ്ടോ എന്ന് കരഞ്ഞു ചോദിച്ച മനുഷ്യൻ. തൻ്റെ പരിശ്രമം കൊണ്ട് മാത്രം സീതയെ കണ്ടെത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സുഗ്രീവനെ സഖ്യകക്ഷിയാക്കിയ മനുഷ്യൻ. സുഗ്രീവനെ സഖ്യകക്ഷിയാക്കാൻ വേണ്ടി അയാളുടെ സഹോദരനെ ചതിച്ചു കൊല്ലാൻ പോലും തയ്യാറായ മനുഷ്യൻ. അതായത് ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെപ്പോലെ കുടുംബമാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതിയ ഒരു നന്മയുള്ള മനുഷ്യൻ. അതായിരുന്നു വാൽമീകിയുടെ രാമൻ. ഈ കഥയിൽ എന്തിനാണ് ബാലകാണ്ഡം, എന്തിനാണ് ഉത്തരകാണ്ഡം? ബ്രാഹ്മണ മഹാത്മ്യം പറയാനും ജാതി പറയാനും വേണ്ടി മാത്രം. ബാലകാണ്ഡത്തിലേക്ക് വരാം. ആ കാണ്ഡത്തിലാണ് വിശ്വാമിത്രൻ എന്ന ഋഷ്യവര്യന് വേണ്ടി കൊട്ടേഷൻ പണിക്ക് പോകുന്ന രാമലക്ഷ്മണന്മാരെ നമ്മൾ കാണുന്നത്. കുട്ടികളായ രാമലക്ഷ്മണന്മാർ. വേദവാദികൾക്ക് പർണശാല കെട്ടാൻ വേണ്ടി തദ്ദേശീയരുടെ ഭൂമി ഒഴിപ്പിക്കുന്ന കൊട്ടേഷൻ ഗുണ്ടകളായി മാറിയ ബാലകരായ രാമലക്ഷ്മണന്മാർ. അത് ബാലകാണ്ഡത്തിലാണ് എഴുതി ചേർത്തിട്ടുള്ളത്. രാമനും ലക്ഷ്മണനും കുട്ടികളാണ്, അവരെ ഇത്തരം കാര്യങ്ങൾക്ക് കൊണ്ടുപോകരുത് എന്ന് ദശരഥ മഹാരാജാവ് ഈ വിശ്വാമിത്രനോട് കരഞ്ഞും കാലു പിടിക്കുന്നുണ്ട് ഈ ബാലകാണ്ഡത്തിൽ. അപ്പോൾ വിശ്വാമിത്രൻ പറയുന്നത് ഇത് സനാതന ധർമ്മത്തിൻ്റെ നിയമമാണ് എന്നാണ്. പുരോഹിതൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് രാജാവ് പ്രവർത്തിച്ചിരിക്കണം, അതാണ് സനാതന ധർമ്മം എന്ന് സ്ഥാപിച്ചാണ് വിശ്വാമിത്രൻ കുട്ടികളെ കൊട്ടേഷൻ പണിക്ക് കൊണ്ടുപോകുന്നത്. രാജാക്കന്മാർ പോലും പുരോഹിതർക്ക് വിധേയരായിരിക്കണം എന്ന നിയമം ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം സീനുകൾ പുരാണത്തിൽ കൊണ്ടുപോയി കുത്തിക്കയറ്റുന്നത്. ജനങ്ങളെ വിധേയരാക്കുക, ബ്രാഹ്മണരുടെ ദാസന്മാരാക്കുക, ഇതായിരുന്നു ഉദ്ദേശം. ഇതുപോലെ തന്നെയാണ് ഉത്തരകാണ്ഡവും. രാവണനെ നിഗ്രഹിച്ച് സീതയെ വീണ്ടെടുത്ത് അയോധ്യയിൽ തിരിച്ചെത്തി രാജാവായി ഏക ഭാര്യയോടൊപ്പം സസുഖം വാണു എന്ന് പറഞ്ഞാൽ ഏത് രാമൻ്റെ കഥയും അവസാനിക്കേണ്ടതാണ്. എന്നാൽ കഥ അവസാനിച്ചു എന്ന് കരുതിയിടത്ത് വിജയ് സിനിമയിൽ എന്ന പോലെ ട്വിസ്റ്റുകളിലൂടെ രാമകഥ വീണ്ടും തുടർന്നു. എവിടേക്കായിരുന്നു ആ പോക്ക്? രാമൻ രാജാവായി വാണുകൊണ്ടിരിക്കെ പൊട്ടുന്നനെ ഒരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെടുന്നു. അയാളുടെ കുട്ടി മരിച്ചു. അതിന് കാരണം ധർമ്മം പുലരാത്തതാണ് എന്ന് പറഞ്ഞ് അയാൾ വിലപിക്കുന്നു. ശ്രീരാമൻ ചോദിച്ചു, എന്താണ് ധർമ്മലംഘനം നടന്നത്? പരിശോധിച്ചു. അപ്പോൾ ഒരു കാരണം കണ്ടെത്തി. ഒരു ശൂദ്രകൻ തപസ് ചെയ്യുന്നു. അതാണ് ബ്രാഹ്മണൻ്റെ കുട്ടി ചാവാൻ കാരണം.
ശ്രീരാമൻ ഉടൻ പോയി ആ ശൂദ്രകൻ്റെ തല വെട്ടുന്നു. എത്ര കൃത്രിമമായ സീനുകളാണ് എഴുതി ചേർക്കപ്പെട്ടത്. പക്ഷേ പൗരോഹിത്യം കൃത്യമായ ഒരു സന്ദേശം അതിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു. എന്താണ് ആ സന്ദേശം? ഒരാൾ സ്വന്തം ജാതിക്ക് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചെത്തുകാരൻ ചെത്തിയാൽ മതി എന്ന് ഹിന്ദുരാഷ്ട്രത്തിലെ തിരുവിതാംകൂർ എന്ന ഹിന്ദുരാഷ്ട്രത്തിലെ രാജാവ് പറഞ്ഞതുപോലെ മറ്റു ജാതിക്കാർക്ക് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെടുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും മറ്റു ജാതിക്കാർക്ക് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവരെ ദുർദാക്ഷിണ്യം കൊല്ലാം. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ജനങ്ങൾക്കുള്ളിൽ പ്രചരിക്കാൻ ഏറ്റവും എളുപ്പ വഴി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥകളിൽ കുത്തിക്കയറ്റുകയാണ്. അതാണ് അവർ കൃത്യമായി ചെയ്തത്. ഏകദേശം 1800 കൊല്ലം മുമ്പാണ് ഈ കുട്ടിച്ചറക്കലുകൾ നടന്നിട്ടുള്ളതെന്ന് ഭാഷാ ചരിത്രകാരന്മാരും ഭാഷാ പണ്ഡിതന്മാരും പറയുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ നിരവധി നൂറ്റാണ്ടുകളായി ജാതി വ്യവസ്ഥ നിലനിന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം മഹാഭാരതത്തിനും രാമായണത്തിനും ജനമനസ്സുകളിലുള്ള സ്വാധീനമാണ്. ഇന്നും സ്വന്തം ജാതിയിൽ നിന്നും ഭൂരിപക്ഷം പേരും കെട്ടുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ള കഥകൾ കേട്ടിട്ടാണ്. മുത്തശ്ശിമാർ തൊട്ട് സ്കൂളിലെ മാഷന്മാർ വരെ ഇത്തരം വിഷമാണ് കുട്ടികളിൽ കുത്തിവെച്ചു കൊണ്ടിരിക്കുന്നത്. ഇജാതി വിഷങ്ങൾ അടിച്ചു കയറ്റിയതിൽ വാൽമീകിയോ വ്യാസനോ ഒരു പങ്കുമില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. 2500 വർഷം മുമ്പാണ് വാൽമീകി ജീവിച്ചിരുന്നതെങ്കിൽ വാൽമീകിക്ക് ബ്രാഹ്മണനാകേണ്ട കാര്യമില്ല, ആ ജാതി പ്രചരിപ്പിക്കേണ്ട കാര്യവുമില്ല. വാൽമീകി എന്നത് ഇന്നും ഒരു അധസ്ഥിത ജാതിയാണ്. തോട്ടിപ്പണി ചെയ്യുന്നവർ വരെ ഉള്ള ജാതി. ഇന്നും ഒരു വാൽമീകി പുരുഷൻ വാൽമീകി പെണ്ണിനെ കല്യാണം കഴിച്ച് വാൽമീകി പിള്ളേരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചെറുമൻ എന്നൊരു ബ്രാഹ്മണന് പേര് കാണാത്തതുപോലെ ഒരു ബ്രാഹ്മണനും വാൽമീകി എന്ന പേര് ഇടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തിനാണ് പാപം വാൽമീകിയെ നമ്മളായിട്ട് ബ്രാഹ്മണനാക്കുന്നത്? ഇതൊക്കെ അന്നത്തെ ബ്രാഹ്മണർ മനഞ്ഞ ഓരോ നുണകൾ മാത്രമാണ്. വാൽമീകി ബ്രാഹ്മണനായ ഒരു കള്ളനായിരുന്നു എന്ന കഥയാണ് ബ്രാഹ്മണർ ആദ്യം ഡിസൈൻ ചെയ്ത് ഇറക്കിയത്. ഋഷീശ്വരന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒരു കള്ളന് കവിയാകാൻ പറ്റുമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നുണക്കഥ. ഇവിടെയും അത് സംഭവിച്ചല്ലോ. തുഞ്ചത്ത് എഴുത്തച്ഛന് അധ്യാത്മരാമായണം എഴുതാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ബ്രാഹ്മണൻ്റെ ബീജം ചക്കുകാരി പെണ്ണ് ചുമന്ന് പ്രസവിച്ചത് കൊണ്ട് ആ കഥ ഉണ്ടാക്കിയില്ലേ? അതുപോലത്തെ കഥ തന്നെയാണ് ഇതൊക്കെ. രാമായണത്തിൽ ഇവർ കൂട്ടിച്ചേർത്ത ഉത്തരകാണ്ഡത്തിലും വാൽമീകിയെ പിടിച്ച് എ ക്ലാസ് ബ്രാഹ്മണനാക്കുന്നുണ്ട്. ബ്രാഹ്മണനായ പ്രജേതസിൻ്റെ മകനാണത്രേ വാൽമീകി എന്നാരാ പറയുന്നത്? വാൽമീകി തന്നെ. എവിടെയാ പറയുന്നത്? വാൽമീകി ചമച്ച രാമായണത്തിൽ. അതായത് വാൽമീകി ചമച്ച രാമായണത്തിലെ ഒരു സീനിൽ കയറി വന്ന് വാൽമീകി തന്നെ പറയുന്നു, ഞാൻ ബ്രാഹ്മണനാണ്. ഇത്രയ്ക്കും ലൂസ് ക്യാരക്ടറൈസേഷൻ നടത്താൻ പറ്റിയ ഒരു രചയിതാവാണ് വാൽമീകി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കഥ പറയുന്ന ആൾ കഥ പുരോഗമിച്ചു കൊണ്ടിരിക്കെ കഥയ്ക്കുള്ളിൽ തന്നെ കയറുന്ന അത്ഭുതകരമായ കാഴ്ച. അല്പം വെളിച്ചം കയറിയ വിശ്വാസികൾക്ക് പോലും വിഴുങ്ങാൻ കഴിയാത്ത ഇത്തരം കഥകളെ ഉദാഹരണമാക്കി ബ്രാഹ്മണനാണ് വാൽമീകി എന്ന് പറയരുത്. അങ്ങനെ പറയുന്ന സ്വതന്ത്ര ചിന്തകരായ സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങൾ വാൽമീകിയെ ഈ ബ്രാഹ്മണ മതക്കാർക്ക് വിട്ടുകൊടുക്കുന്നത്? ഹിന്ദുത്വവാദികൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു എന്നതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അംബേദ്കറേയും ശ്രീധരനെയും ഒക്കെ നമ്മൾ അവിടേക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടി വരും. ആരെ വേണമെങ്കിലും ഏറ്റെടുക്കാൻ അവർക്കാകും. കാരണം അതവർക്ക് കിട്ടുന്ന ബോണസല്ലേ. ഏതു വെളിച്ചത്തെ പോലും വിഴുങ്ങാൻ കഴിയുന്ന ബ്ലാക്ക് ഹോളാണ് വിശാല ഹിന്ദുത്വത്തിൻ്റെ ബ്ലാക്ക് ഹോളാണത്. അവിടേക്ക് നമ്മൾ സാധാരണ ജനങ്ങളുടെ അഭിമാനങ്ങളെ വിട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഞാൻ ഈ ദീർഘ സംഭാഷണത്തിലൂടെ ചോദിക്കാൻ ശ്രമിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.